ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സെയിനിൻ്റെ അംഗനവാടി വിശേഷങ്ങളൊക്കെയാണ്. മുമ്പത്തെ വ്ളോഗിൽ ഞാൻ സെയിനിന് അംഗനവാടി ചേർക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു. അത് കൊല്ലമ്പാടി അംഗനവാടിയിലായിരുന്നു ചേർത്തത്. പക്ഷെ ഇന്നിപ്പോൾ കാണിക്കുന്നത് ബോയ്ക്കാനെ ഞാൻ വന്നിട്ട് വീട് അംഗനവാടിയിൽ വിട്ടതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ്. ഇത് ആഗസ്റ്റ് 15 ആ ഒരു സമയത്തെടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആഗസ്റ്റ് 15 അംഗനവാടിയിലുണ്ടാവുമല്ലോ പരിപാടിയല്ല. അപ്പോൾ ഒന്നും അവന് ഇങ്ങനെ അംഗനവാടി പോയതും അടുത്ത പരിപാടി എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ സെയിന് നാട്ടിൽ വന്നിട്ട് ഫസ്റ്റാണ് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഫ്ലാഗെല്ലാം വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ സെയിന് റെഡി ആയിട്ട് അംഗനവാടി പോകുന്നുണ്ട്. ഞാൻ സെയിനിന് വെള്ള ഡ്രസ്സ് ഇടിച്ചിന്, ജീൻസിലേക്ക് വെള്ള ഒരു ടീഷർട്ട് ഇടിച്ചത്, പിന്നെ ഫ്ലാഗും വാങ്ങിച്ചിന്. അങ്ങനെ അതെല്ലാം കൊണ്ട് അംഗനവാടിയിൽ പോകുന്നുണ്ട്. എൻ്റെ നാട് നുസ്രത്ത് നഗർ, അടുത്ത അംഗനവാടിയാണിത്. പിള്ളേരെല്ലാം സമയത്തിന് എത്തിയിട്ടുണ്ട്. പിള്ളേരും എൻ്റെ രക്ഷിതാക്കളും വന്നിട്ടുണ്ട്, പാരൻസും വന്നിട്ടുണ്ട്. ആഗസ്റ്റ് 15 ഫംഗ്ഷനും എല്ലാം ഉണ്ടാവുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അംഗനവാടിയിലെ ടീച്ചറും ചേച്ചിയും പിന്നെ ഞങ്ങളെ വാർഡ് മെമ്പറും ഉണ്ട്. വാർഡ് മെമ്പർ അനീസാണ് പതാക ഉയർത്തുന്നതെന്ന്. പിള്ളേരെല്ലാം അധികം വൈറ്റ് തന്നെ ഇട്ടിട്ട് വന്നതിന്. പിന്നെ എല്ലാവരുടെ കയ്യിൽ ഫ്ലാഗും ഉണ്ട്. ഇപ്പോൾ എന്തെല്ലാം ഉണ്ട്, കൈക്കിടുന്നതും തലയിൽ വെക്കുന്ന തൊപ്പി, അങ്ങനെ എന്തെല്ലാം മോഡലുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലാഗെല്ലാം ഉണ്ടായിട്ട് പിന്നെ ബാഡ്ജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇപ്പോൾ എന്തെല്ലോ ഫ്ലാഗിൽ എന്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഫ്ലാഗെല്ലാം പിടിച്ച് കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയത് തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ പായസം, സ്വാതന്ത്ര്യദിനത്തിൻ്റെ എന്നുള്ള ഫങ്ഷൻസ്, അസംബ്ലി, പിന്നെ എന്തെല്ലാം മത്സരം ഉണ്ടാവും, പിന്നെ പതാകയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതെല്ലാം ഓർമ്മ വന്നത്. സേനുക്ക് ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ അവനെ എൻജോയ് ആക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ കൂടെ ഇപ്പം ഒരു സ്വാതന്ത്ര്യദിന പാട്ട് ടീച്ചർ പാടുമ്പോൾ അതൊക്കെ തന്നെ പാടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ പാവനഗീതം നമ്മൾ പേറുക വീണ്ടും പിറന്ന മണ്ണിൽ മൂവർണ്ണ കൊടി നമ്മൾ. അല്ലേ? പഠിച്ചത് ടീച്ചറെ പാടിയ പാടുക വീണ്ടും സ്വാതന്ത്ര്യത്തിൻ പാവനഗീതം നമ്മൾ പേരുടി നമ്മൾ. പിന്നെ അങ്ങനെ പിന്നെ ടീച്ചറും പിള്ളേരായിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നല്ല ടീച്ചറാണ് കേട്ടോ. ഈ അംഗനവാടിയിലെ ടീച്ചർ നല്ലൊരു ടീച്ചറാണ്. ചേച്ചി ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചേച്ചിയാണ്. എല്ലാവരും നല്ലതാണ്, ചേച്ചിയും ടീച്ചറും എല്ലാവരും നല്ല ആൾക്കാരാണ്. പിള്ളേരോട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഇപ്പോൾ ഓരോരോ മത്സരങ്ങൾ തുടങ്ങാനായി. കസേരക്കളി, പിള്ളേരെ കസേരക്കളിയായിരുന്നു ആദ്യം ഉണ്ടായത്. സെയിന് കസേരക്കളിക്ക് ഉണ്ട്. അപ്പോൾ സെയിന് ഫസ്റ്റ് എടുക്കണമെന്നൊന്നും നമുക്ക് ഭയങ്കര ഇതൊന്നുമില്ല, വാശിയൊന്നുമില്ല. കാരണം പിള്ളേരല്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ തന്നെ ഭയങ്കര ഇതാണ്. അവരത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നതൊക്കെയാണ്. ഫസ്റ്റ് കിട്ടിയ ഹാപ്പിയാണ്. പക്ഷേ എന്തെങ്കിലും കരുതിയിട്ട് നിർബന്ധമായിട്ടും ഫസ്റ്റ് എടുക്കണം, വാശി പോലെ അങ്ങനെയൊന്നും പിള്ളേരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചില്ല. ഈ ഒരു റൗണ്ട് ആയിട്ടാകുമ്പോൾ സെയിൻ ഔട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കടല പറക്കുന്ന മത്സരമാണ്. അതിപ്പോൾ ഓരോരോ പിള്ളേരും സമയം ഇങ്ങനെ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയിട്ട് കടല പറക്കണം. ഒരു കയ്യിൽ പറക്കിയിട്ട് മറ്റേ കയ്യിൽ ഇങ്ങനെ രണ്ട് കയ്യിലും വരാൻ പാടില്ല. അങ്ങനെയെല്ലാം പിള്ളേർക്ക് ടീച്ചർ ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്തിട്ട് മത്സരം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് മെമ്മറി ടെസ്റ്റ് ഉണ്ടായത്. ടീച്ചർ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറം കൊണ്ടുപോയിട്ട് ഓരോന്ന് ഓർത്ത് എടുത്ത് പറയണം. അപ്പോൾ അത് പിള്ളേരെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടും ഓരോന്തെല്ലാം അവർക്ക് പറയാൻ പറ്റുന്നതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മത്സരം. സെയിന് കുറേ വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിള്ളേരെ മത്സരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം എല്ലാവരും ഇരുന്നിട്ട് കുടിക്കാൻ തുടങ്ങി. ഞങ്ങളും പായസം എല്ലാം കുടിച്ച്, പാരൻസ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് സമ്മാന വിതരണം ഉണ്ടായിന്. എല്ലാ മത്സരത്തിലെല്ലാം ഫസ്റ്റ് കിട്ടിയ പിള്ളേർക്കും സെക്കൻഡ് കിട്ടിയ പിള്ളേർക്കും സമ്മാനം കൊടുത്ത്. ഞങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്യൂസ് മത്സരത്തിൽ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ആ സമ്മാനം കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ഫാമിലിയിലത്തെ മൂത്തമ്മാൻ്റെ പുള്ളിയുണ്ട്, കുഞ്ഞാൻ്റെ പുള്ളിയുണ്ട്. അപ്പോൾ ഓരെല്ലാം ഞങ്ങൾ ഒന്നിച്ചിട്ട് വന്നത്.
പോകുന്നുണ്ട് പൊരുക്ക് തിരിച്ചിട്ട്. ഞാൻ ആദമിന് ലാസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. ലാസ്റ്റ് ഉമ്മ കൊണ്ടുവന്നത് ആദമിനെ. ഞാൻ ഫസ്റ്റ് ഞാനും സെന്നു മാത്രം പോയി, പിന്നെ ആദമിനെ കൊണ്ടുവന്ന്. നല്ലൊരു ദിവസമായിരുന്നു. സെനു ആദീൻ്റെ കൂടെ പോകുന്നുണ്ട്. ആദി എൻ്റെ മൂത്തമ്മാൻ്റെ മോള് ചേച്ചീൻ്റെ മോന്. ഞാൻ പറഞ്ഞില്ല നുസ്രത്തിൽ കുറേ പിള്ളേരുണ്ട് സെനുക്ക് ഒന്നിച്ചിട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം ഉണ്ട്. അപ്പോൾ അതെന്ത് തുറന്നു നോക്കാൻ അറിഞ്ഞിട്ട് കുഞ്ഞു പ്ലേറ്റ് ആയിരിക്കും എന്ന് അറിയാം, പക്ഷെ അത് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് എന്താണെങ്കിലും. അപ്പോൾ അതെന്തെന്നുള്ളത് ഞാൻ തുറന്ന് കാണിക്കാം. പിന്നെ ഇതെൻ്റെ കാക്കാൻ്റെ മോള് സാജീൻ്റെ പിള്ളേരുണ്ട്, ട്വിൻസ് ഷെസ്രി ഷെസ്മി. ഓരോ ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ ആണ്. പിന്നെ ഞാൻ കൊല്ലമ്പാടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ആടെ ഇങ്ങനെ പിള്ളേരെല്ലാം ഫ്ലാഗെല്ലാം കൊടുത്തിട്ട് ഓരോ വീഡിയോസെല്ലാം എടുത്തായിരുന്നു. സെയിനിൻ്റെയും പാത്തു ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ട് പാത്തുൻ്റെ വീഡിയോ അങ്ങ് കിട്ടിയിട്ടാണ്. സെയിൻ്റെ മാധവൻ്റെ ഇവാനിൻ്റെ എല്ലാം ഒന്നിച്ചിരുത്തിയിട്ട് ഓരോ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെ എടുത്തായിരുന്നു. പിന്നെ സെയിനിൻ്റെ അംഗനവാടിയിലത്തെ കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ എല്ലാം മെമ്മറിക്കായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആടെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നല്ലോ, ആടെ പ്രീ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഉണ്ട്. ഇതും ഞാനിങ്ങനെ എല്ലാം ഇരിക്കട്ടെ. പിന്നെ വലുതായിട്ടാകുമ്പോഴത്തേക്ക് ഓർക്ക് എന്നെ കാണാനൊരു രസമല്ലേ അറിഞ്ഞിട്ട്. ആദ്യമെല്ലാം സെന്നു നല്ല കരച്ചിലായിരുന്നു. പിന്നെയാണ് സെന്നു പോകാനും ഇണങ്ങാനും എല്ലാം തുടങ്ങിയത്. പിന്നെ ഇവിടെ സെനുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഐഷു, ലായിസ്, ആദി ഓരെല്ലാം കൂടെയാണ് സെനു അംഗനവാടി പോലെ തന്നെ. ഐഷു മൂത്തമ്മാൻ്റെ മോൻ്റെ മോളാണ്. ലായിസ് ആപ്പാൻ്റെ മോള് ജൂപ്പീൻ്റെ മോനാണ്. ആദി മൂത്താൻ്റെ മോള് ചേച്ചീൻ്റെ മോനാണ്. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവന് പോകാനെല്ലാമായിട്ട്. പിന്നെ അംഗനവാടിയിൽ ഓരോ ആക്ടിവിറ്റീസ് എല്ലാം ഗ്രൂപ്പിലിടും, ഇല്ലെങ്കിൽ ടീച്ചർ അയച്ചു തരും. അങ്ങനെ സെനു എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ യാവും ലായിസ് സെയിനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെയാണ് സെയിനിൻ്റെ അംഗനവാടി വിശേഷം. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.